ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ പഞ്ചായത്തും ചെറുപുഴയിലെ എല്ലാ പൊതുസമൂഹവും ഒന്നിച്ചു നിന്ന് ഇതിനു മുമ്പും അതുപോലെ ഇപ്പോഴുണ്ടായ ദുരന്തത്തിലും ഒന്നിച്ച് അതിനെ നേരിട്ടിട്ടുണ്ട്. ഈ പത്രസമ്മേളനം ഇന്ന് ഇവിടെ വിളിക്കുന്നൊരു കാരണം തന്നെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ദുരന്തത്തിനെ ജനങ്ങളുടെ മനസ്സിലേക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിൽ പ്രസ്താവന കൊടുക്കുകയും അതുപോലെ പത്രസമ്മേളനം നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു തരത്തിലും ഒരു പാളിച്ചയും നമ്മുടെ ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടില്ല. പഞ്ചായത്ത് 1-ാം തീയതി മുതൽ എല്ലാവരും ഈ പഞ്ചായത്തിലെ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മെമ്പർമാരും അതുപോലെ യുവജന സംഘടനകളായ DYFI ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും യൂത്ത് ലീഗ് ആയാലും അതുപോലെ മറ്റ് സന്നദ്ധ സംഘടനകളായാലും എല്ലാവരും ഒരു മനസ്സോടുകൂടി ഈ രംഗത്തുണ്ടായിരുന്നു. ഏതെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്കറിയാം ഏതെങ്കിലും ക്യാമ്പിൽ ചില്ലറ പ്രശ്നങ്ങളുണ്ടാകും. 2019 ദുരിതാശ്വാസ ക്യാമ്പ് വെച്ചപ്പോൾ ആ ദുരിതാശ്വാസ ക്യാമ്പിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ പോയി ആ പ്രശ്നങ്ങൾ ഊതി വീർപ്പിച്ച് അവിടെയൊന്നും നടക്കുന്നില്ല, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പരാജയമാണ്, അതിന് ഏകോപനമില്ല എന്നുള്ള തരത്തിൽ വാർത്തകൾ കൊടുക്കുക എന്നത് പറയുന്നത് അങ്ങേറ്റം ഖേദകരമാണ്. അതുപോലെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചു, ഒരു സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ ആ സർവകക്ഷി യോഗത്തിനകത്ത് ഒരുപക്ഷെ പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വേദന കൊണ്ടാണ് ആ സർവകക്ഷി യോഗത്തിൽ അതിന് മറുപടി പറയാൻ ആ മറുപടി പറയേണ്ട ഒരു സമയമല്ലത്. കാരണം ഒരു ദുരന്തം നടന്ന ആ ദുരന്തത്തിന്റെ കാര്യങ്ങൾ ഒക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ച മീറ്റിംഗിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് ചിരിച്ചില്ല, അല്ലെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വനിത എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെയല്ല നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. നമ്മൾ എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇനി അങ്ങോട്ടും അങ്ങനെയാണ്. ഇന്നിപ്പോ നമ്മൾ കണ്ടില്ലേ, രാജേഷിനെയും നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സംസ്ഥാന ബഹുമതിയോട് കൂടിയാണ് രാജേഷിന്റെ ഭൗതിക ശരീരം ഇന്ന് അടക്കം ചെയ്തത്. അപ്പൊ തന്നെ രാജേഷിന്റെ വീടിന്റെ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു. ഇനി MLA ഇന്നലെ തന്നെ എല്ലാ മന്ത്രിമാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. MLA ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട് രാജേഷിന്റെ കുടുംബം, ആ കുടുംബം 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സംസ്ഥാന സർക്കാർ ഉചിതമായ രീതിയിൽ ഒരു ജോലി കൊടുക്കണമെന്നും MLA ആവശ്യം. അപ്പോൾ അങ്ങനെ എല്ലാ നിലയിലും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാകാൻ പാടില്ല. ആ വാർത്തകൾ വരുമ്പോൾ അത് വലിയ രീതിയിലാണ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് പഴയതുപോലെയല്ല. ഇന്ന് വാട്സപ്പിലൂടെയൊക്കെ ഇത് വാർത്തകൾ പോകുമ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ അതൊരു വികാരമായി ഉണ്ടാവും. അപ്പൊ അത്തരം ഒരു വികാരം ജനങ്ങളുടെ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു സന്ദർഭത്തിൽ പോലും ഇത്തരം ഒരു പത്രസമ്മേളനം വിളിക്കാൻ കാരണമായത്. ഒരു പക്ഷേ ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന നടത്തിയതിനെതിരെയുള്ള ഒരു പത്രസമ്മേളനമല്ല. എന്നാൽ ജനങ്ങളുടെ മനസ്സിലൊരു വികാരം കൊടുത്തപ്പോൾ ആ വികാരം ഒരിക്കലും അങ്ങനെ ഒരു ഇത് ഇവിടെ ഉണ്ടായിട്ടില്ല. എല്ലാവരും ഒരു മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി ഈ ദുരന്തത്തിന്റെ എല്ലാവരും മാധ്യമപ്രവർത്തകരാണെങ്കിൽ ഓരോ സമയത്തും അവര് ആ രാജേഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അത് കണ്ടെത്തുന്നതിനും അതുപോലെ ആ കണ്ടെത്തുന്ന സമയത്ത് എല്ലാ രൂപത്തിലും എല്ലാവിധ സഹായങ്ങളും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, രാജേഷിന്റെ 50ഓളം സുഹൃത്തുക്കൾ ഈ തെരച്ചിലിന് വേണ്ടി ഇവിടെ എത്തിയിരുന്നു. അപ്പൊ അതുപോലെ അവരൊക്കെ അവരെ ബന്ധുക്കൾ അതിനുവേണ്ടി ഇവിടെ എത്തി എല്ലാവിധ സഹായങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയും നമുക്ക് ഈ ദുരന്തം അനുഭവിച്ചവരെ സഹായിക്കേണ്ടതുണ്ട്. അതിന് നമ്മുടെ സന്നദ്ധ സംഘടനകളും അതുപോലെ സമൂഹത്തിലെ എല്ലാവരും സഹകരിക്കണം എന്നാണ് പറയുന്നത്. വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം. ലോകോത്തര കമ്പനികളുടെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED TVകൾ, ഹോം തിയേറ്റേഴ്സ്, മിക്സർ ഗ്രൈൻഡേഴ്സ്, OTG ഓവനുകൾ, ഗ്യാസ് സ്റ്റവ്, ഫാൻ, അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ. വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ, മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ്